നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ശശാങ്കാസനത്തിനെ പറ്റിയാണ്. ശശാങ്കം എന്ന സംസ്കൃതത്തിൽ പറയുന്നത് മുയലിനെയാണ്. അപ്പം മുയൽ എങ്ങനെയായിരിക്കുക? ഇങ്ങനെ പതുങ്ങിയാണല്ലോ ഇരിക്കുക. അപ്പോൾ അതേപോലെയാണ് ഈ ആസനവും ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ വജ്രാസനത്തിലിരിക്കുക. വജ്രാസനത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. കാലുകൾ ഇങ്ങനെ ബാക്കോട്ട് വെച്ചിട്ട് ഈ രണ്ട് കാലും നിവർത്തി വെച്ചതിന് ശേഷം ബാക്കോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് രണ്ട് കൈയും ആദ്യം രണ്ട് മുട്ടിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് കൈ മുകളിൽ തൊഴുത് വെക്കുക. എന്നിട്ട് ശ്വാസം കണ്ണടച്ച് ശ്വാസം എടുത്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തറയിൽ മുട്ടിക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക, നേരെ ഇരിക്കുക. ഇങ്ങനെ നമുക്കൊരു 10 ഒരു 11 തവണയോ ചെയ്യാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു, അതേപോലെ നട്ടലിന് അയവ് ലഭിക്കുന്നു, പേശികൾക്ക് അതായത് കാലിലെ പേശികൾക്ക് ബലം കൂട്ടുന്നു. യോഗാസനത്തിൽ തന്നെ വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് ശശാങ്കാസനം. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക.